ആലുവയിൽ നിന്ന് 3 പേരെ തട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. തട്ടിക്കൊണ്ടുപോയവരെ കുറിച്ചോ സംഘത്തെക്കുറിച്ചോ വ്യക്തമായ സൂചനകളില്ല. സംഘത്തിന്റെ ലക്ഷ്യം പണമാണോ അതോ സാമ്പത്തിക ഇടപാടുകളാണോ ഇതിന് പിന്നിൽ? സംഭവത്തിന് ശേഷം ഒരു പരാതി പോലും പോലീസിന് ലഭിക്കാത്തതിലും ദുരൂഹത സംശയിക്കണം. ഖവാല, കള്ളക്കടത്ത് സംഘങ്ങളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. അതിനിടെ തട്ടിക്കൊണ്ടുപോയവർക്ക് വാഹനം വാടകയ്ക്കെടുത്ത് നൽകിയ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ വാഹനം തിരുവനന്തപുരത്തു നിന്നും പോലീസ് കണ്ടെത്തി. ആലുവ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നിലവിലെ അന്വേഷണത്തിൽ ദുരൂഹതയേറുകയാണ്. ആദ്യം ഒരാളെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ദൃക്സാക്ഷിമൊഴി. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3 പേരെയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കണ്ടെത്തി. 4 പ്രതികളെ തിരിച്ചറിഞ്ഞു. പ്രതികളും ഇരകളും മുൻപരിചയക്കാരാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. നാട്ടുകാരുടെ മൊഴിപ്രകാരം കാറിലുണ്ടായിരുന്ന 6 പേർ മതിൽ ചാടിയാണ് രക്ഷപ്പെട്ടുപോയത്. ഇതോടെയാണ് ഇരുവരും പരസ്പരം അറിയുന്നവരാണെന്ന സംശയം ബലപ്പെട്ടത്. കുറേ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. വണ്ടി ഓൾറെഡി ട്രേസ്ഡ് ആയിരുന്നു. ഉടൻ തന്നെ പോലീസ് ആക്റ്റീവ് ആയിരുന്നു. സോ ഈ കിഡ്നാപ്പേഴ്സ് വിക്ടിംസിലെ തമ്മിൽ മുമ്പ് കുറച്ച് പരിചയമുണ്ടോ അത് വളരെ സ്ട്രോങ് സസ്പിഷൻ ഉണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാറുണ്ട്. ബാക്കി എല്ലാ ഓപ്ഷൻസ് ഓപ്പൺ ആണ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത് നൽകിയ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും വാടകയ്ക്കെടുത്ത വാഹനം 3 തവണ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത്. ആദ്യം കാർ വാടകയ്ക്കെടുത്ത പത്തനംതിട്ട AR ക്യാമ്പിലെ ASI സുരേഷ് കുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കുമ്പഴ സ്വദേശിയുടെ വാഹനം സുഹൃത്തിന് വാടക നൽകിയെന്നാണ് മൊഴി. കാർ വാടകയ്ക്കെടുത്ത അഞ്ചൽ സ്വദേശി റിയാസും ഇയാളുടെ കൂട്ടാളിയുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അഞ്ചാലുംമൂട്ടിലുള്ള അൻവറിന് വാഹനം കൈമാറിയെന്നാണ് റിയാസിന്റെ വിശദീകരണം. കേസിലെ പ്രതികളെയും ഇരകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വൈകാതെ ഇവർ പിടിയിലാകുമെന്നും പോലീസ് പറയുന്നു. ഇതിനിടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം കാർ ആലുവയിലെത്തിച്ചു. തട്ടിക്കൊണ്ടുപോകുന്നതിനിടെ പ്രതികൾ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണുകളും CCTVയും പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ദൃക്സാക്ഷി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയതിലാണ് പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പരാതിക്കാരില്ലാത്തതിനാൽ സ്വമേധയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംഘത്തെ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്.